അതിൽ ഈ 6 ദിവസം കൊണ്ടാണ് ആ കുട്ടി എഴുതാനും വായിക്കാനും പഠിച്ചിട്ടുള്ളൊരു അനുഭവം ഉള്ളത്. ഇതിൽ പങ്കെടുക്കുകയും വിന്നറാവുകയും ചെയ്തിട്ട് ആ കുട്ടി ഇവിടെ ഡിബിക്കറിൽ വന്നു കഴിഞ്ഞ് നമ്മൾ കാണുകയും സന്തോഷം അറിയിക്കുകയും ചെയ്തിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് എനിക്കും. നമ്മളെല്ലാവരും ഏറെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് കുട്ടികളുടെ പഠനം. നമുക്കറിയാം, പഠനം എന്നത് ഒരു വ്യക്തിത്വത്തിൻ്റെ അടിത്തറയാണ്. എന്നാൽ ഇന്ന് പല കുട്ടികളും പഠനത്തിൽ പിന്നിലാണ്, അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമില്ലാത്തവരാണ്. പഠനത്തിൽ താല്പര്യമില്ല എന്നുള്ളത് കുട്ടിയിലുള്ള ഒരു പ്രോബ്ലം കൊണ്ടായിരിക്കാം. അത് ശരിക്കും പാരൻസ് തിരിച്ചറിയാതെ കുട്ടികളെ കുറ്റപ്പെടുത്തുകയും ചീത്ത പറയുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യും. ഇതിൽ നമ്മൾ കുട്ടികളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒട്ടുമിക്കവും നമ്മൾ പാരൻസ് കാരണമാണ് ഉണ്ടാവുന്നത്. അതായത് കുട്ടികളെ പാരൻസ് എന്ത് ചെയ്യും, കമ്പാരിസൺ ചെയ്യും. അതായത് അടുത്ത വീട്ടിലെ കുട്ടികളുമായിട്ട് കമ്പാരിസൺ ചെയ്യും. ആ കുട്ടിയെ നോക്കി പഠിക്കുക, ഈ കുട്ടിയെ നോക്കി പഠിക്കുക, അല്ല എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ അവരത്ര പഠിക്കുന്നുണ്ട്, എന്നിട്ട് നിനക്കെന്താ പറ്റാത്തത്, നിനക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ, നീ പഠിക്കാത്തത് കൊണ്ടല്ലേ, അല്ലെ നീ ശ്രമിക്കാത്തത് കൊണ്ടല്ലേ, അങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകളുണ്ട്. അല്ലെങ്കിൽ കൂടുതലും കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാരൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടിയോട് പറയും, നിനക്കെന്താ ഇത്രയും ഞാൻ പറഞ്ഞു തന്നിട്ട് കയറാത്തത്. അതൊക്കെ കുട്ടിയുടെ ഉള്ളിൽ പഠനത്തിൻ്റെ എന്തോ ഒരു ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണ്. അതിനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് പോവേണ്ടത്. അല്ലാതെ നമ്മളിങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടൊരു കാര്യവും കുട്ടിയിൽ മാറ്റം വരുത്താൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ചില കുട്ടികൾക്ക് അക്ഷരങ്ങൾ അറിയില്ല, എന്നാൽ ചില കുട്ടികൾക്ക് അക്ഷരങ്ങൾ അറിയാം, കൂട്ടി വായിക്കാൻ കഴിയുന്നില്ല. കൂട്ടി വായിക്കാൻ കഴിയുന്ന കുട്ടികൾക്കോ അത് എഴുതി ഫലിപ്പിക്കാൻ കഴിയില്ല. നല്ല ബുദ്ധി ഉണ്ടാവും, പക്ഷേ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ചില കുട്ടികൾ പഠിച്ച കാര്യങ്ങൾ വേഗം മറന്നുപോകും. ഇതൊക്കെ കുട്ടികൾ നേരിടുന്ന ചില പഠന പ്രയാസങ്ങളാണ്. ഒരുപക്ഷെ കുട്ടിക്ക് പഠനത്തിൽ താല്പര്യമില്ലാതാവാനുള്ള കാരണം ഇത്തരത്തിലുള്ള പഠന പ്രയാസങ്ങളായിരിക്കാം. ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് അവർക്കൊരു സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് നടത്തി ഏത് ഏരിയയിലാണ് കുട്ടിക്ക് പ്രയാസമുള്ളതെന്ന് മനസ്സിലാക്കുകയും, പഠനത്തിൽ വായനയിലാണോ എഴുത്തിലാണോ കണക്ക് കൂട്ടുന്നതിലാണോ, ഇതുപോലെ ഏത് ഏരിയയിലാണ് പ്രശ്നമുള്ളതെന്ന് കുട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഏരിയയിൽ വേണ്ട പരിഹാര ബോധനമാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. യെസ്, സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ആദ്യം തന്നെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഒരു സൈക്കോളജിക്കൽ അസസ്മെൻ്റ് ആണ്. ഈ അസസ്മെൻറ്റ് കിട്ടുന്നതിലൂടെ കുട്ടിയുടെ എവിടെയാണ് ബ്ലോക്ക് എന്ന് മനസ്സിലാക്കാം. ആ ബ്ലോക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് കുട്ടികൾക്ക് ഒരുപാട് സ്കില്ലുണ്ടാവും. ചിലപ്പോൾ ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. ഈ കുട്ടികൾ വ്യത്യസ്തരായതുകൊണ്ട് അവരുടെ പഠന ശൈലിയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കുക. അവരുടെ സ്കില്ല് എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുത്തിട്ട് പോകുന്നത്. അതിലൂടെ കുട്ടികൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരു കുട്ടിക്ക് സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് 1-to-1 സെഷനാണ് വേണ്ടതെങ്കിൽ 15 ദിവസം കൊണ്ട് പരിഹാരബോധന ക്ലാസ് നൽകി ആ കുട്ടിയെ 100% ഓക്കെ ആക്കുന്നതാണ്. ഈ വെക്കേഷനിൽ നടക്കുന്ന 10 ദിവസത്തെ ഒരു റെമഡിയൽ ക്യാമ്പിലൂടെ പരിഹാര ബോധനത്തോടൊപ്പം സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പരിഹാര ബോധനത്തോടൊപ്പം സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഗ്രൂപ്പ് ട്രെയിനിങ്ങും കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും. നമ്മൾ എല്ലാ സബ്ജക്റ്റുകളും ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, അങ്ങനെ എല്ലാ സബ്ജക്റ്റും ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ 48 അവേഴ്സിൻ്റെ ഒരു പാക്കേജ് ഉണ്ട്. ഈ 48 അവേഴ്സിൻ്റെ പാക്കേജിൽ കുട്ടിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തും. എല്ലാ സബ്ജക്റ്റിലും എഴുതാനും വായിക്കാനും കുട്ടി പഠിച്ചിരിക്കും. നമ്മുടെ അടുത്ത് തന്നെ ഒരു കുട്ടി ഈ 48 അവേഴ്സിൻ്റെ പാക്കേജിൽ ഒരു കുട്ടി വന്നിട്ട് ജോയിൻ ചെയ്തിട്ട് അതിൽ ഹിന്ദി 6 ദിവസം കൊണ്ടാണ് ആ കുട്ടി എഴുതാനും വായിക്കാനും പഠിച്ചിട്ടുള്ളൊരു അനുഭവം ഉള്ളത്. അതുപോലെ തന്നെ ഒട്ടുമിക്ക കുട്ടികളും നമ്മളെ അടുത്ത് വന്നിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കേജിലും വേണമെങ്കിൽ ജോയിൻ ചെയ്തിട്ട് നമ്മോടൊപ്പം ചേരാവുന്നതാണ്. അതുപോലെ എൻ്റെ മുമ്പിലെത്തിയ മറ്റൊരു കേസാണ്, ഒരു കുട്ടിക്ക് തീരെ സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ സ്കൂൾ വർക്കിംഗ് ഡേയ്സിലാകുമ്പോൾ കുട്ടിക്ക് അസുഖങ്ങളും പനി, തലവേദന, വയറുവേദന, ഇങ്ങനെ പല കാരണങ്ങളുണ്ടാവും. കുട്ടിക്ക് തീരെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ആ കുട്ടിയെ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തിയപ്പോഴാണ് മനസ്സിലായത് കുട്ടിക്ക് റൈറ്റിങ്ങിൽ നല്ല പ്രശ്നമുണ്ടെന്ന്. കുട്ടിക്ക് എഴുതാനോ പെൻസിൽ കറക്റ്റായിട്ട് പിടിക്കാനോ പോലും കഴിയുന്നില്ല. ഈ ഒരു പ്രശ്നം കാരണമാണ് കുട്ടിക്ക് സ്കൂളിൽ പോകാൻ മടിയുള്ളത് എന്നും മനസ്സിലാക്കി.
അതിനുശേഷം കുട്ടിയുടെ റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫൈൻ മോട്ടോർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുകയും ഈ കാര്യം പാരൻസിനെ കൺവിൻസ് ചെയ്യുകയും വീട്ടിൽ നിന്ന് പാരൻസും കൂടെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് കുട്ടിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ കുട്ടിയുടെ ഫൈൻ മോട്ടോർ സ്കില്ലിൽ ഡെവലപ്പ് ആയതുകൊണ്ട് തന്നെ കുട്ടിക്ക് റൈറ്റിംഗ് ഓക്കെ ആവുകയും കുട്ടി നന്നായിട്ട് എഴുതാനും വരയ്ക്കാനും തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ കുട്ടി വലിയ ക്ലാസ്സിലെത്തിയപ്പോൾ അതായത് അടുത്ത അക്കാദമിക് തന്നെ ആ കുട്ടി പല റൈറ്റിംഗ് കോമ്പറ്റീഷനിൽ എസ്സേ റൈറ്റിംഗ് പോലുള്ള കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും വിന്നറാവുകയും ചെയ്തിട്ട് ആ കുട്ടി ഇവിടെ ഡിബിക്കണിൽ വന്നും കഴിഞ്ഞ് നമ്മൾ കാണുകയും സന്തോഷം അറിയിക്കുകയും ചെയ്തിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് എനിക്കും ഉണ്ട്. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കിവിടെ കൊടുവള്ളി ദിബിക്കണ്ണുണ്ട്. നിങ്ങളുടെ കുട്ടിക്കും നല്ലൊരു ഭാവി ദിബിക്കൺ വാഗ്ദാനം ചെയ്യും.